ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് അനമയ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങളൊന്ന് ജസ്റ്റ് എറണാകുളം വരെ പോവാണ്. അങ്ങനെ ആ ഒരു എറണാകുളത്തോട്ടുള്ള ഒരു കണ്ടത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ സ്കൂട്ടറിലാണ് പോകുന്നത്. അമ്മാവനൊക്കെ അവിടെ തൈക്കൽ ബീച്ചിൻ്റെ അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ദാ വരുന്നു നിമ്മി ചേച്ചി അമ്മാവനും വന്നു. ഗായ്സ് വന്നു. ഫ്രണ്ട്സ്, അമ്മയൊക്കെ ഇതാ പോകുന്നു, ഞങ്ങളും പോകാൻ പോവാണ്. ഞാനും അമ്മാവനും വാവയും കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അമ്മയൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അമ്മയും നിമ്മി ചേച്ചി. ഫ്രണ്ട്സ്, നമ്മൾ എറണാകുളത്ത് എത്തി. ഇപ്പോൾ നമ്മളൊരു ഷോപ്പ് നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിമിഷത്തേക്ക് ഒരു സാധനം നോക്കാൻ കയറിയേക്കാണ്. ഫ്രണ്ട്സ് തന്നെ നമ്മൾ സർപ്രൈസ് ആണ് ഫ്രണ്ട്സ്. അത് അതിൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ നോക്കി നടന്ന സാധനം മാത്രം കിട്ടിയില്ല. പിന്നെ നോക്കി നടന്നോണ്ടിരിക്കും. നോവീസ് അല്ല, നോവൽറ്റി. ഫ്രണ്ട്സ്, ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ വന്നതാണ്. സ്പാനിഷിലേക്കാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ മറൈൻ ഡ്രൈവിലാണ്. ഞങ്ങളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വെറുതെ നടക്കുക. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അമ്മാവന് വേണ്ടി കളിപ്പാട്ടം നോക്കി നടക്കുവാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഇവിടെ മൈജിന്റെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്താ നോക്കിയിട്ട്. അപ്പോൾ ഇനി അടുത്ത ചോദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ഇതുപോലെ ചെയ്യാം. ആദ്യം ആൻസർ ചെയ്യുന്നവർക്കാണ് ഗിഫ്റ്റ് ലഭിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം ഒരു ഫണ്ണി ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ നിങ്ങളത് എടുക്കുക. ആ ലെവലിലുള്ള ഒരു, അതായത് 1 മുതൽ 100 വരെ നമ്മൾ എണ്ണിയെന്ന് വിചാരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 100 വരെ എണ്ണിയെന്ന് വിചാരിക്കുക. അതിൽ 7 എണ്ണം അക്കം ഉണ്ടാവും. അത് എത്ര എണ്ണം അതിലുണ്ടാവും? താങ്ക് യു. എടുക്കും. എന്താ ഫ്രണ്ട്സ്, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ ചെരുപ്പ് വായിക്കാൻ വന്നുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ മാളൂട്ടിക്ക് ഷൂ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. ആൾക്ക് പറ്റിയ ഷൂസ് ഇഷ്ടപ്പെടുന്നതൊന്നും സൈസ് കിട്ടുന്നില്ല. ഒരു ഷൂ കണ്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിൻ്റെ സൈസ് കൊണ്ട് പക്ഷേ ആൾ ഇട്ടുകൊണ്ട് വന്നേക്കുന്ന ഷൂവിൻ്റെ അതേ മോഡൽ തന്നെയാണ്. അത് കാരണം അതിനെങ്ങനെ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്.
ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ ഉള്ളത് മിസ്റ്റർ DIY എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ്. സുദിയോൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ ഈ ഷോപ്പ് വരുന്നത്. വേറെ കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ ഇവിടെ. നല്ല ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് നല്ലൊരു ബെസ്റ്റ് ഷോപ്പാണെന്ന് ഞാൻ പറയും. ഇവിടെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് മേടിക്കാൻ വേണ്ടി കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ സൺഫ്ലവറൊക്കെ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. കുറേ ടൈപ്പ് അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ വോളിൽ ഹാങ് ചെയ്യാൻ പറ്റിയ ലീവ്സും ഫ്ലവേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. മഗ്ഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ പൗച്ചും ബാക്കി സ്കൂളിലോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും എല്ലാം കുറേ ഉണ്ടായിരുന്നു. ബാഗൊക്കെ ഉണ്ടായിരുന്നു, നല്ല നല്ല ബാഗൊക്കെ ഉണ്ടായിരുന്നു. ഇതാ കണ്ടോ, സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ കാണാൻ നല്ല രസമല്ലേ, നല്ല ഈസ്തറ്റിക് ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് ആണ്. ഇങ്ങനെയുള്ള ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ബെസ്റ്റ് ഷോപ്പായിരിക്കും ഇത്. ഞങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ദാ റൈറ്റിങ്സിൻ്റെ സ്റ്റിക്കേഴ്സും ആൽഫബറ്റ്സിൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ജേണലൊക്കെ ചെയ്യാൻ പറ്റിയ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഈ ഷോപ്പ് 2 ഫ്ലോറായിരുന്നു വന്നത്. ഞങ്ങൾ ഒരു ഫ്ലോറിലേ കയറിയുള്ളൂ. ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയത് കാരണം ഒരു ഫ്ലോറിലേ കയറിയുള്ളൂ. മേളത്തെ ഫ്ലോറിലും ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാവുമായിരിക്കും. കാരണം ഇവിടെ തന്നെ നല്ല നല്ല സൂപ്പർ സാധനങ്ങളുണ്ടായിരുന്നു. സ്റ്റാപ്ലർ തൊട്ട് സ്റ്റാപ്ലർ പിന്നെ വരെ ഉണ്ടായിരുന്നു ഇവിടെ. ഇതാ ഫ്രണ്ട്സ് കണ്ടോ, ജേണൽ ബുക്സും ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഡെക്കറേറ്റിംഗ് ഐറ്റംസ് കണ്ട കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ. ഫ്രണ്ട്സ് ഈ സംഭവം ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പല കളറുണ്ടായിരുന്നു, ബ്ലൂ, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്ത് ഒരു റെസ്പോൺസിബിൾ ഫ്രണ്ട്സ് ഇവിടെ ഫ്രണ്ട്സ് ഇവിടെ വേറൊരു ഷിപ്മെന്റ് ഫ്രണ്ട്സ് ഇവിടെ കുറെ പൈപ്പ് ക്ലീനർ വെച്ചുണ്ടാക്കിയേക്കുന്ന പൂക്കളുണ്ട്. പിന്നെ ഇവിടെ തുലിപ്പുണ്ട്, അങ്ങനെ കുറേ ഫ്ലവേഴ്സിൻ്റെ ഇതുണ്ട്. അതുമാത്രമല്ല ഫ്രണ്ട്സ് ഇതാ ക്രോഷ്യേൻ്റെതും ഉണ്ട്. ഫ്രണ്ട്സ് ഇതാ ഇതിൻ്റെ നടുക്കുള്ള സംഭവം നടക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ഈ ബാസ്ക്കറ്റ് ഉണ്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്തിട്ട് ഗിഫ്റ്റ് ചെയ്യാം. പിന്നെ ഈ കാണുന്ന ഒരു ഓർഗനൈസറാണ്. ഇതേപോലത്തെ ഓർഗനൈസർ ഞങ്ങൾ ഡയക്കറ്റ് സ്മാർട്ടിൽ പോയപ്പോഴും കണ്ടായിരുന്നു. ഫ്രണ്ട്സ് ഇത് കണ്ടോ, ഇതൊരു പെൻ ഹോൾഡറാണ്. ഇതാ ഷട്ടിൽ കോർക്കുണ്ട്. ഷട്ടിൽ കോർക്ക് മാത്രമല്ല ഷട്ടിൽ ബാറ്റും ഉണ്ട് ഇവിടെ. ഫ്രണ്ട്സ് ഇത് കണ്ടോ, ഒരു ഫയലാണിത്, നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. ഇത് കണ്ടോ, ഇതൊരു ഡോൾഫിൻ ബബിൾ ഗൺ ആണ്. കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു അവിടെ. ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ടോയ്സ് ഉണ്ടായിരുന്നു അവിടെ. ഫ്രണ്ട്സ് ഈ കാണുന്നത് റൂം ഫ്രഷ്നറായിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. ഇത് മാത്രമല്ല ഇവിടെ ക്യാൻഡിൽസും ഒക്കെ ഉണ്ടായിരുന്നു താഴെ. ഇതൊക്കെ കാണാൻ നല്ല രസമില്ലേ, നമ്മുടെ ഡെക്കോർ ഐറ്റമായിട്ടാണെങ്കിലും വെക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ ഈ ക്രോഷ്യേൻ്റെ ഫ്ലവർ ബൊക്കെ കാണാം, നല്ല രസമല്ലേ. ഫ്രണ്ട്സ് ഈ ഒരു സൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ഫ്രെയിംസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഫ്രെയിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ഈ കയ്യിൽ പിടിച്ചേക്കത്തില്ലേ, ഇതൊരു ആൽബമാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫോട്ടോ ഒക്കെ വെക്കാനുള്ള ഡ്രോ പോലത്തെ ഒരു സംഭവമുണ്ട്. പല സൈസിലുള്ള ഫ്രെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഫ്രണ്ട്സ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. നല്ല ഹാമ്പേഴ്സും ചെറിയ ഗിഫ്റ്റ് ബോക്സസും ഒക്കെ ഉണ്ട് ഇവിടെ. ഫ്രണ്ട്സ് ഈ ഒരു ബോക്സ് ഉണ്ടോ, നല്ല രസമല്ലേ കാണാൻ. പല കളേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അകത്ത് ഇങ്ങനെയാണുള്ളത്. കുറച്ച് നമ്മുടെ ചെറിയ ഗിഫ്റ്റുകളൊക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അതായത് നെക്ലസോ റിങ്സോ അങ്ങനെയൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് അതിനകത്ത്. ഈ മഗ്ഗിൻ്റെ ഒക്കെ കളക്ഷൻ കണ്ടോ, നല്ല രസമല്ലേ. ഇതാണ് ആ സ്റ്റോർ. സുദിയോൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഈ സ്റ്റോർ വന്നിട്ട്. ഫ്രണ്ട്സ് ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. എല്ലാവരും ഒരു നൂഡിൽസ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് നൂഡിൽസ് വന്നിട്ട് കാണിച്ചു തരാം.
ഫ്രണ്ട്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള നൂഡിൽസ് വന്നു. പക്ഷേ അമ്മക്കും അമ്മാവനെ നിമിച്ചിട്ടും കിട്ടിയിട്ടില്ല. അതാ വരുന്നുണ്ട് ഫ്രണ്ട്സ്. വാവ കഴിക്കാൻ തുടങ്ങി. ഇതാ വന്നു. എല്ലാവർക്കും വന്നു ഫ്രണ്ട്സ്. ഇത്രയും വീഡിയോസ് ഞാൻ വോയിസ് ഓവർ ചെയ്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. നേരത്തെ വീഡിയോസിൽ ഞാനും ബാവ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫ്രണ്ട്സ് ഞാൻ ഒരു ബോബാ ടീയും ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാ ഞങ്ങളുടെ തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളിതാ കാര്യമായിട്ടും പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് പോകുന്നത്. ഇടയ്ക്ക് നല്ല വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല വോയിസ് ഡിസ്റ്റർബൻസ് ഉള്ള കാരണമാണ് ഞാൻ മ്യൂട്ട് ചെയ്തേക്കുന്നത്. ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിൽ വന്നു. ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ. മുഖത്ത് കഴുകൊന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറുന്നില്ല. നൈറ്റ് ഡ്രസ്സിലൊക്കെ ആയി ഞാൻ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നു. നല്ല ടയേർഡാണ് ഫ്രണ്ട്സ്. ഇനി കിടന്നാൽ മാത്രം മതി എനിക്ക്. അപ്പം എനിക്ക് ചെറിയൊരു ചുമയുണ്ടായിരുന്നു തൊണ്ടവേദനയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കുടിക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഇപ്പോൾ കിടക്കാൻ പോവാണ്. അമ്മാവനും മിച്ചിച്ചൊക്കെ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി. മഴ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ അവർ പെട്ടെന്ന് പോയി. പക്ഷെ മഴ പെയ്തില്ല. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ അറിയിക്കാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.